അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 5ാം ക്ലാസ്സിലെ ഫിഖ്ഹുൽ ഇസ്ലാമിലെ 12ാമത്തെ പാഠം യസ്സിറു വലാ തുഅസ്സിറു. മസ്ജിദിന്റെ അടുത്ത് ബസ് നിർത്തുക. ളുഹറിന്റെ സമയമായി. സിയാറത്ത് ഡോറിലെ അമീർ പറഞ്ഞു, എല്ലാവരും വുളു എടുത്തു പള്ളിയിൽ കയറി. ളുഹറും അസ്റും നാം ഒരുമിച്ച് നിസ്കരിക്കുകയാണ്. ഇതിന് ജംആക്കി നിസ്കരിക്കുക എന്നാണ് പറയുക. ളുഹറിനെയും അസ്റിനെയും 2 റക്അത്ത് വീതമായി ചുരുക്കിയാണ് നാം നിസ്കരിക്കുന്നത്. ഇതിന് ഖസ്ർ എന്ന് പറയുന്നു. ളുഹർ എന്ന ഫർദ് നിസ്കാരം 2 റക്അത്തായി ഖസ്റാക്കി ഖിബ്ലക്ക് മുന്നിട്ട് അല്ലാഹു തആലാക്ക് ഇമാമോട് കൂടെ ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയത്ത് ചെയ്യുക. ളുഹർ നിസ്കാരത്തിൽ നിന്ന് വിരമിക്കുന്നതിന് മുമ്പ് അസ്റിനെ മുന്തിച്ച് ജമാക്കുന്നു എന്ന് മനസ്സിൽ കരുതുക. അമീർ നിർദ്ദേശിച്ചു. ഉസ്താദ് ബാങ്കും ഇഖാമത്തും വിളിച്ചു. അമീറിന്റെ നേതൃത്വത്തിൽ ളുഹർ 2 റക്അത്ത് നിസ്കരിച്ച ഉടനെ ഇഖാമത്ത് വിളിച്ചു. അസർ 2 റക്അത്ത് നിർവഹിച്ചു. ളുഹറും അസറും 2 റക്അത്ത് വീതം നിസ്കരിച്ചാൽ ശരിയാവുമോ? റാഷിദ് ചോദിച്ചു. അമീർ, 132 കിലോമീറ്റർ ദൂരമുള്ള ഈ പാഠത്തിന്റെ തദ്രീബാത്ത് ഒന്ന് നോക്കാം. 1 നുജീബ്, ഉത്തരമെഴുതാം. 1 ഖസറാക്കി നിസ്കരിക്കുക എന്നാൽ എന്താ? 4 റക്അത്തുള്ള നിസ്കാരം. നുഅ്മാൻ ചോദിച്ചു. അമീർ, അസറിനെ ളുഹറിന്റെ സമയത്തേക്ക് മുന്തിച്ചും ളുഹറിനെ അസറിലേക്ക് പിന്തിച്ചും ജംആക്കാം. അതുപോലെ ഇശാഇനെ മഗ്രിബിന്റെ സമയത്തേക്ക് മുന്തിച്ചും മഗ്രിബിനെ ഇശാഇന്റെ സമയത്തേക്ക് പിന്തിച്ചും ജംആക്കാം. പിന്തിച്ച് ജംആക്കുകയാണെങ്കിൽ 1ാമത്തെ നിസ്കാരത്തിന്റെ സമയത്ത് ഈ നിസ്കാരത്തെ അടുത്തതിലേക്ക് പിന്തിച്ച് ജംആക്കുന്നു എന്ന് മനസ്സിൽ കരുതണം. അല്ലെങ്കിൽ അത് ഖളാ ആയി പോകും. എല്ലാവരും ബസ്സിൽ കയറി. ളുഹറിന്റെയും അസറിന്റെയും റവാത്തിബ് നിസ്കരിക്കാൻ അമീർ നിർദ്ദേശിച്ചു. റവാത്തിബ് പറഞ്ഞ സുന്നത്ത് നിസ്കാരം. സീറ്റിലിരിക്കുമ്പോൾ ഖിബ്ലക്ക് മുന്നിടാൻ കഴിയില്ലല്ലോ. ലബീബ് സംശയം പ്രകടിപ്പിച്ചു. ഹലാലായ യാത്രയിലെ സുന്നത്ത് നിസ്കാരത്തിൽ ഖിബ്ലക്ക് മുന്നിടൽ നിർബന്ധമില്ല. ഇരുന്നു കൊണ്ട് തന്നെ നിയത്ത് ചെയ്ത് ഫാത്തിഹയും സൂറത്തും ഓതുക. അല്പം കുനിഞ്ഞ് റുകൂഅ് ചെയ്യുക. പൂർവ്വസ്ഥിതിയിലേക്ക് ഉയർന്ന് ഇഅ്തിദാൽ നിർവഹിക്കുക. റുകൂഇൽ കുനിഞ്ഞതിനേക്കാൾ അല്പം കൂടുതൽ കുനിഞ്ഞ് സുജൂദ് നിർവഹിക്കുക. ഇരുന്നു കൊണ്ടാണ് ഇഅ്തിദാലും സുജൂദുകൾക്കിടയിലെ ഇരുത്തവും അത്തഹിയാത്തും നിർവഹിക്കേണ്ടത്. ഉസ്താദ് വിവരിച്ചു. എല്ലാവരും സുന്നത്ത് നിസ്കാരം നിർവഹിച്ചു. ഇന്നദ്ദീന യുസ്ർ, ഇസ്ലാം മതം എളുപ്പമാണ്. ഈ പാഠത്തിന്റെ തദ്രീബാത്ത് ഒന്ന് നോക്കാം. 1 നുജീബ്, ഉത്തരമെഴുതാം. 1 ഖസറാക്കി നിസ്കരിക്കുക എന്നാൽ എന്താ? 4 റക്അത്തുള്ള നിസ്കാരം 2 റക്അത്തായി ചുരുക്കി നിസ്കരിക്കുന്നതിനാണ് ഖസറാക്കി നിസ്കരിക്കുക എന്ന് പറയുന്നത്. 2 ജംആക്കി നിസ്കരിക്കുക എന്നാൽ എന്താ? 2 നിസ്കാരങ്ങൾ ഒരു നിസ്കാരത്തിന്റെ സമയത്ത് നിസ്കരിക്കുന്നതിനാണ് ജംആക്കി നിസ്കരിക്കുക എന്ന് പറയുന്നത്. ഉദാഹരണം, ളുഹറിന്റെ സമയത്ത് ളുഹറും അസ്റും കൂടെ നിസ്കരിക്കുക. 3 ജംഉം ഖസറും പറ്റാത്ത നിസ്കാരം ഏത്? സുബ്ഹ്. 4 മുന്തിച്ചു ജമാക്കുക എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ളുഹറിന്റെ സമയത്ത് അസ്റും കൂടെ നിസ്കരിക്കുക. അസറിനെ ളുഹറിന്റെ സമയത്തേക്ക് മുന്തിച്ച് ജമാക്കി, അതിന് നേരത്തെ നിസ്കരിക്കുക എന്നർത്ഥം. പിന്തിച്ച് ജമാക്കുക എന്നാൽ എന്ത്? അസറിന്റെ സമയത്ത് ളുഹറിനെ നിസ്കരിക്കുക. അസറിന്റെ സമയത്ത് അസറും ളുഹറും കൂടെ നിസ്കരിക്കുക. പിന്തിച്ച് ജമാക്കുക, അസറിനെ പിന്തിച്ച് ജമാക്കുക. 6 പിന്തിച്ച് ജമാക്കുന്നവൻ 1ാമത്തെ നിസ്കാരത്തിന്റെ സമയത്ത് എന്താണ് കരുതേണ്ടത്? ഈ നിസ്കാരത്തെ അടുത്തതിലേക്ക് പിന്തിച്ച് ജമാക്കുന്നു എന്ന് മനസ്സിൽ കരുതണം. 7 ഇരുന്ന് നിസ്കരിക്കുന്നവൻ റുകൂഉം സുജൂദും ചെയ്യേണ്ടത് എങ്ങനെ? അല്പം കുനിഞ്ഞ് റുകൂഅ് ചെയ്യുക. റുകൂഇൽ കുനിഞ്ഞതിനേക്കാൾ അല്പം കൂടുതൽ കുനിഞ്ഞ് സുജൂദ് നിർവഹിക്കുക. 8 ജംഉം ഖസറുമാക്കി നിസ്കരിക്കുന്നവൻ എങ്ങനെയാണ് നിയത്ത് ചെയ്യേണ്ടത്? ളുഹർ എന്ന ഫർദ് നിസ്കാരം 2 റക്അത്തായി ഖസറാക്കി ഖിബ്ലക്ക് മുന്നിട്ട് അല്ലാഹു തആലാക്ക് ഇമാമോട് കൂടെ ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയത്ത് ചെയ്യുക. അടുത്തവർക്ക് നംലഉൽ ഫറാഗ്, പൂരിപ്പിക്കുക. 1 ഹലാലായ ഡേഷ് ദൂരമുള്ള യാത്രയിൽ ഖസറാക്കി നിസ്കരിക്കാം. 132 കിലോമീറ്റർ. 2 ഇരുന്ന് നിസ്കരിക്കുന്നവൻ ഡേഷ് കൊണ്ടാണ് ഇഅ്തിദാലും സുജൂദുകൾക്കിടയിലെ ഇരുത്തവും
അത്തഹിയ്യാത്തും നിർവഹിക്കേണ്ടത് ഇരുന്നു കൊണ്ടാണ്. 3, ഹലാലായ യാത്രയിലെ ഡാഷ് നിസ്കാരത്തിൽ ഖിബ്ലക്ക് മുന്നിടൽ നിർബന്ധമില്ല. ഹലാലായ നിസ്കാരത്തിലെ സുന്നത്ത് നിസ്കാരത്തിൽ ഖിബ്ലക്ക് മുന്നിൽ നിർബന്ധമില്ല. 4, ജംആക്ക് നിസ്കരിക്കുന്നവൻ ഒരു ബാങ്കും 2 ഇഖാമത്തും നിർവഹിക്കണം. 5, ഫർദ് നിസ്കാരങ്ങളിൽ ഡാഷിന് ജംഉം ഖസറും ബാധകമല്ല. സുബഹ് നിസ്കാരത്തിന് സുബഹിന്. 3-ാമത്തെ വർക്ക് തഖ്സീസ്, അസൈൻമെന്റ് എഴുതാനാണ്. 1, സിയാറത്ത് യാത്രയെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക.